ആമീൻ. റബീഉൽ അവ്വലിനെ സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് ഒരുങ്ങി നിൽക്കുന്ന സമയമാണിത്. റബീഉൽ അവ്വൽ വരാനുണ്ട് എന്ന ആലോചന പോലും യഥാർത്ഥ ഈമാനുള്ള മനുഷ്യർക്ക് വലിയ സന്തോഷമാണ്. കാരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനെ പരാമർശിക്കുന്നിടത്തെല്ലാം പരാമർശിച്ച പേരാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര്. ഏത് ഇബാദത്തുകളെ അല്ലാഹു മനുഷ്യനെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിലും അവിടെയെല്ലാം അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചേർത്തി പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് നമ്മൾ നിസ്കാരം തുടങ്ങി അത്തഹിയ്യാത്തിലേക്ക് എത്തുമ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാൻ അല്ലാഹു പ്രത്യേകമായി അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പ്രത്യേകം പറയാൻ ഏൽപ്പിച്ചത്. പിന്നീട് അങ്ങോട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സലാത്താണ്. ഇങ്ങനെ എല്ലാ ഇബാദത്തിലും റസൂലുള്ളാഹിനെ വന്ന് അല്ലാഹു ചേർത്തി പറയും. വിശുദ്ധ ഖുർആനിൽ അതിന്റെ ഉദാഹരണങ്ങൾ ഒരുപാട് കാണാം. ആർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജിഹാദ് നിർവഹിക്കേണ്ടത് എന്ന് ചോദിക്കുന്നവരോട് പറയേണ്ട മറുപടി അല്ലാഹു പറഞ്ഞത് ഖുലിൽ അൻഫാലു ലില്ലാഹി വറസൂൽ. അല്ലാഹുവിന് വേണ്ടിയുമാവണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയുമാവണം. ആർക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ ഹിജ്റ എന്നതിന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ മറുപടി വമൻ യഖ്റുജു മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹി വറസൂലി. ഞാൻ അല്ലാഹുവിനെ മാത്രമേ പരിഗണിക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഗണിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അങ്ങനെ എങ്ങാനും പരിഗണിച്ചു പോയാൽ അത് ശിർക്കായി പോകും എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന ആളുകളോട് അല്ലാഹു തആല മനുഷ്യന് ബോധം വരാവുന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. വമൻ യഖ്റുജു മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹി വറസൂലി. എന്റെ ഹിജ്റ എന്റെ അല്ലാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന് പറയാനാവില്ല. അല്ലാഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ലക്ഷ്യം വെച്ചുള്ളതാവണം ഹിജ്റ എന്ന് ഖുർആൻ പറയുന്നു. നമ്മൾ കുറ്റവിമുക്തരാണ് എന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടത് ആരൊക്കെയാണ് എന്ന് അല്ലാഹു സൂറത്തുൽ തൗബയുടെ ആദ്യ ആയത്തിൽ തുടങ്ങുന്നിടത്ത് പറഞ്ഞത് ബറാഅത്തും മിനല്ലാഹി വറസൂലി. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മൾ പാപ സുരക്ഷിതരാണ്, കുറ്റവിമുക്തരാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നിടത്താണ് സത്യവിശ്വാസിയുടെ വിജയം. ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ് എന്ന് അല്ലാഹു തആല സൂറത്തുൽ തൗബയിൽ പരിചയപ്പെടുത്തുമ്പോൾ അല്ലാഹു പറഞ്ഞു അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി. ഏറ്റവും കൂടുതലുള്ള സ്നേഹം അല്ലാഹുവിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ആകണം. ദുനിയാവിയായ മറ്റെല്ലാ ബന്ധങ്ങളെക്കാളേറെ നിങ്ങളുടെ സ്നേഹം അല്ലാഹുവോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും വേണം. കാരണം നമുക്ക് എന്തൊക്കെ ലഭ്യമാകുന്നുണ്ടോ അതിലെല്ലാം അല്ലാഹുവിന്റേതാണ്. എല്ലാത്തിന്റെയും വിവരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഖുർആൻ പറഞ്ഞല്ലോ സയുതീനല്ലാഹു മിൻ ഫദ്ലിഹി വറസൂലുഹു. നമുക്ക് നൽകുന്നത് അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ്. രണ്ടുപേരുമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അനുസരിക്കാൻ പറഞ്ഞിടത്തൊക്കെ ഖുർആനിൽ നിങ്ങൾ അനുസരിക്കണമെന്ന് പറഞ്ഞിടത്തൊക്കെ അല്ലാഹുവിനെയും നബിതങ്ങളെയും എന്ന് പറയും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലാഹു തആല പരിചയപ്പെടുത്തി എല്ലാ വെള്ളിയാഴ്ചയിലെ ഖുതുബയിലും നമ്മൾ കേൾക്കുന്ന ആയത്താണ്. അല്ലാഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിച്ചവർ രക്ഷപ്പെട്ടു. നേരെ ഓപ്പോസിറ്റ് അല്ലാഹു പറഞ്ഞല്ലോ പരാജയപ്പെടുന്നവരുടെ അടയാളം ഞാൻ അല്ലാഹു പറഞ്ഞത് മാത്രം കേൾക്കൂല എന്ന് പറയുന്നവരല്ല, അല്ലാഹുവിനെയും റസൂലുള്ളാഹിനെയും കേൾക്കാത്തവർ. എല്ലാത്തിലും അല്ലാഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ചേർത്തി പറഞ്ഞു. നമ്മൾ ചെയ്യുന്ന അമലുകൾ കാണുന്നത് ആരൊക്കെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നിടത്ത് അല്ലാഹു പറഞ്ഞത് വസയറല്ലാഹു അമലകും വറസൂലുഹു. നിങ്ങളുടെ അമൽ അല്ലാഹുവും കാണും, ഹബീബായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കാണും. നമ്മിൽ ഇടപെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് സത്യവിശ്വാസികളായ
നമ്മുടെ എല്ലാ അർത്ഥത്തിലുള്ള സന്തോഷവും ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ലഭ്യമാവുക. ഹബീബായ നബിതങ്ങളുടെ ഇടപെടൽ പലപ്പോഴും വെള്ളിയാഴ്ചകളിൽ നമ്മൾ പറയാറുണ്ട്, റഹീമായ റബ്ബിനെയും ഷഫീആയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്നേഹ വലയത്തിനകത്താണ് സത്യവിശ്വാസി ഉണ്ടാവുക. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ റഹീമായ റബ്ബും റഹീമായ റസൂലുള്ളാഹിയും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ പേര് റഹീം എന്നാണ് പരിചയപ്പെടുത്തിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരും റഹീം എന്നാണ് പരിചയപ്പെടുത്തിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത് അല്ലാഹുവിന്റെ റഹീമാണ്. അല്ലാഹുവിന്റെ വിശേഷണമായ റഹീം എന്ന പേരാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സൂറത്തുൽ തൗബയുടെ അവസാന ഭാഗത്ത് അല്ലാഹു പറഞ്ഞു, ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളോട് റഊഫുമാണ്, മുഅ്മിനീങ്ങളോട് റഹീമുമാണ്. പരലോകത്ത് എല്ലാ മുഅ്മിനീങ്ങളും സുരക്ഷിതരാവാൻ ആവശ്യമായത് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഅ്മിനീങ്ങൾക്ക് സമ്മാനമായി നൽകും. സിറാത്ത് പാലത്തിന്റെ സമീപം ഇങ്ങനെ നിന്ന് അവസാനത്തെ മനുഷ്യനും സുരക്ഷിതനാകുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തിരിക്കും. എല്ലാവരും ഹബീബായ നബിതങ്ങൾ ആഗ്രഹിച്ചവരൊക്കെ സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോൾ അല്ലാഹു തആല ചോദിക്കും, നബിയേ നിങ്ങൾക്ക് സന്തോഷമായോ? അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, റദീതു യാ റബ്ബി. ആ നേരം നരകത്തിന് കാവൽ നിൽക്കുന്ന മലക്ക് പറയും, നബിയേ അങ്ങേക്ക് വേണ്ടപ്പെട്ടവരാണ് ഇനി എന്റെ നരകത്തിൽ ബാക്കിയില്ല. എല്ലാവരെയും അങ്ങയുടെ താല്പര്യത്തിനനുസരിച്ച് അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് നരകത്തിന് കാവൽ നിൽക്കുന്ന മലക്ക് പോലും പറയുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് നമ്മളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള കണക്ഷൻ ലൂസാവാതെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. വസ്തഗ്ഫറ ലഹുർ റസൂൽ. മനുഷ്യന്റെ വിജയത്തിന്റെ നിമിത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി പടച്ചവനെ നമുക്ക് പുറത്തു കൊടുക്കണമെന്ന് പറയലാണ്. ഇതുപോലെ ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സ്വഹാബത്തിനെ ചില ഭാഗങ്ങളിൽ ഏൽപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്നൊക്കെ ചില പ്രചാരണങ്ങൾ ആ സമയത്ത് വന്നു. ചിലര് പറഞ്ഞു യുദ്ധം അവസാനിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ തെറ്റിദ്ധരിച്ചുകൊണ്ട് ചില സ്വഹാബത്ത് ആ ഭാഗത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയ ഭാഗത്തിൽ നിന്ന് മാറി നിന്നു. അവരുടെ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ ആലി ഇംറാനിന്റെ 159ാമത്തെ ആയത്ത് ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും. നബിയെ നിങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കണം. പിന്നെ മാപ്പിനെ ചോദിക്കേണ്ടത് ശരിക്കും ആരാ? അനുസരണയിൽ നിന്ന് തെറ്റിപ്പോയവരാ. പക്ഷെ അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു പറഞ്ഞത് വസ്തഗ്ഫിർ ലഹും, നബിയെ നിങ്ങൾ അവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്ക് വേണ്ടി മാപ്പ് ചോദിച്ചോ അവർ സുരക്ഷിതരാവും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ അല്ലാഹുവിന്റെ ഹബീബിന്റെ സാന്നിധ്യത്തിലേക്ക് വരാൻ പറയുന്നിടത്ത് ജാഊക എന്നൊരു പ്രയോഗമുണ്ട്. ജാഊക വലൗ അന്നഹും യവലമു അൻഫുസഹും ജാഊക. തെറ്റുകളൊക്കെ സംഭവിച്ചവർ വരേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്കാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സമീപത്തേക്ക് വരാൻ പറഞ്ഞത് ഹജ്ജിനും ഉംറക്കുമാണ്. ഖുർആനിലുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബയൊക്കെ നിർമ്മിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഇനി ഞാൻ എങ്ങനെ മനുഷ്യന്മാരെ കൊണ്ട് വിളിക്കാന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞതാണ്, വഅദ്ദിൻ ഫിന്നാസി, നിങ്ങൾ മനുഷ്യന്മാരൊക്കെ വിളിച്ചേക്ക്, എല്ലാ മനുഷ്യരെയും വിളിക്കണം. ഇബ്രാഹിം നബിയെ നിങ്ങളുടെ മുന്നിലേക്ക് അവർ വരും. അപ്പൊ ഇന്ന് പോകുന്നവരും പോകുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അന്ന് കൊടുത്ത എന്ന വാക്കിന്റെ ഉത്തരമായിട്ടാണ്. ഇന്ന് ഹജ്ജിനോ ഉംറക്കോ പോകുന്നുണ്ടോ അവർ ഇബ്രാഹിം നബിയിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ അടുക്കലേക്ക് അവർ വരും, വഫാത്താകുന്നത് വരെയുള്ള കാലയളവിലേക്കല്ല. അതുപോലെ തന്നെയാണ് ആർക്കെങ്കിലും വല്ല തെറ്റോ പിഴവുകളൊക്കെ പറ്റിപ്പോയാൽ ജാഊക നബിയെ അവർ അങ്ങയുടെ അടുത്തേക്ക് വരട്ടെ, അവിടെ പരിഹാരമുണ്ട്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചോനെ ഇവർക്ക് പുറത്തു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് പരിഹാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് യാത്ര ചെയ്യാൻ നമുക്ക് ഒരുപാട് വഴികളുണ്ട്. റബീഉൽ അവ്വലൊക്കെ അതിനുള്ളതാണ്. എല്ലാ തിങ്കളാഴ്ചകളിലും മുഅ്മിനീങ്ങൾ നോമ്പെടുക്കുന്നത് അതിനാണ്. സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നത് അതിനാണ്. മദ്ഹുകൾ വർദ്ധിപ്പിക്കുന്നത് അതിനാണ്. മൗലിദുകൾ ധാരാളമായി ചൊല്ലുന്നത് അതിനു വേണ്ടിയിട്ടാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലൈസ മിൻ അബ്ദി യുസല്ലി അലയ്യ ഇല്ലാ ബലഗനി സൗതുഹു ഹൈസു ഖാൻ. നമ്മളൊക്കെ ഇവിടെ നിന്ന് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് ചൊല്ലിയാൽ ആ സ്വലാത്തിന്റെ ശബ്ദം മദീന മുനവ്വറയിൽ എനിക്ക് മലായികത്ത് എത്തിച്ചു തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മഹല്ലത്തിൽ നിന്ന് പള്ളിയിൽ നിന്ന് ഇന്ന് ഒരാള് സ്വലാത്ത് ചൊല്ലി ആ സ്വലാത്തിന്റെ ശബ്ദം എത്ര പതുക്കെയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആ ശബ്ദം പോലും കേൾക്കുമെന്ന ഹദീസ്. എന്ന് മാത്രമല്ല ആ സ്വലാത്ത് ചൊല്ലിയവന്റെ പേരും അവന്റെ മാതാപിതാക്കളുടെ പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കാൻ മലക്കുകളുണ്ട്. ഇന്നല നബി സല്ലല്ലാഹു അലൈഹി ഫുലാൻ ഇബ്നു ഫുലാൻ നിങ്ങളുടെ പേരുകൾ ഉപ്പാന്റെ പേരൊക്കെ പറയും. അപ്പോ ചില ആളുകൾക്ക് ആകെ സ്വലാത്തിന്റെ നിസ്കാരത്തിൽ അത്തഹിയ്യാത്തിൽ മാത്രമേ ചിലർക്ക് സ്വലാത്ത് ഉണ്ടാവും. ചില ആളുകൾക്ക് 1000 10,000 അതിനേക്കാൾ കൂടുതലുണ്ടാവും. തൗഫീഖിനനുസരിച്ചുണ്ടാവും. എത്രയാണോ റസൂലുള്ളാഹിയുമായി ഒരാൾക്ക് കണക്ഷൻ വേണ്ടത് അതിനനുസരിച്ച് സ്വലാത്തിനെ വർദ്ധിപ്പിക്കണം. സ്വലാത്ത് എന്ന വാക്ക് തന്നെ കണക്ഷൻ ഉണ്ടാക്കുക എന്ന അർത്ഥം. സ്വലത്ത് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ കണക്ട് ചെയ്യാൻ അർത്ഥം. അപ്പോൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കണക്ഷൻ ലഭിക്കുന്നു. ഒരാൾ നിസ്കരിക്കുമ്പോൾ അല്ലാഹുവുമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായും ഒരു മുഅ്മിനിന് കണക്ഷൻ ഉണ്ടാകുന്നു. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻഫഉൽ മുസല്ലിയ വവലദഹു വവലദ വലദിഹി. ഒരാളുടെ സ്വലാത്ത് അവന് ഉപകരിക്കും, അവന്റെ മക്കളിലും അതിന്റെ ഫലം കാണും, മക്കളിലും അതിന്റെ ഫലം കാണും. ഒരു കുടുംബമൊക്കെ നന്നാവണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള കണക്ഷൻ വർദ്ധിപ്പിക്കുക. വീടുകളിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക, നടക്കുമ്പോൾ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക, മക്കളുടെ കൂടെ ഇരുന്ന് മൗലിദുകളൊക്കെ ഓതുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കുടുംബത്തോടൊപ്പം ഒരുമിച്ചിരുന്ന് സംസാരിക്കുക, റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾ ആ സംസാരിക്കുന്ന ശബ്ദം മദീന മുനവ്വറയിൽ കേൾക്കുമെന്നാണ് ഹദീസ്. റസൂലുള്ളാഹി നിങ്ങൾ തമ്മിൽ നല്ല ആത്മബന്ധമുള്ള അവസ്ഥയിലേക്ക് ഉയരണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് ബന്ധമുള്ള ഒരാളുടെ വിഷയത്തിൽ എന്തായാലും നന്നായി ഇടപെട്ടിരിക്കും. മനുഷ്യനെ പേപ്പിക്കാൻ വന്ന ആള് ശൈത്താനല്ല, മനുഷ്യനെ പേപ്പിക്കാൻ വന്ന ആള് ശൈത്താനാ. ശൈത്താന് പോലും മനുഷ്യന്റെ റൂഹിൽ ഇടപെടാൻ അവസരമുണ്ട്, രക്തത്തിൽ ഇടപെടാൻ അവസരമുണ്ട്, ശരീരത്തിലെ എല്ലാ അവയവത്തിലും ഇടപെടാൻ അവസരമുണ്ട്. മനുഷ്യനെ വഴിതെറ്റിക്കാനുള്ള ശൈത്താൻ അത്ര പവറുണ്ടെങ്കിൽ ഉറപ്പല്ലേ മനുഷ്യനെ ശുദ്ധീകരിക്കാൻ ആലമീങ്ങൾക്ക് മൊത്തത്തിൽ മനുഷ്യർക്കും ജിന്നിനും അല്ലാഹു നിശ്ചയിച്ച റസൂലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശൈത്താൻ നമ്മിൽ ഇടപെടുന്നതിന്റെ 10,000 ഇരട്ടി അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിൽ ഇടപെടും. ശൈത്താനെ നമ്മുടെ ഓരോ അവയവത്തിലും ഇടപെടാൻ കഴിയും, നമ്മുടെ രക്തത്തിൽ ഇടപെടാൻ കഴിയും, നമ്മുടെ നിസ്കാരത്തിൽ ഇടപെടാൻ കഴിയും, നമ്മുടെ വിശ്വാസത്തിൽ ഇടപെടാൻ കഴിയും. എന്നാൽ അതിനേക്കാളും കൂടുതൽ ഇടപെടാൻ കഴിയും നമ്മെ ശുദ്ധീകരിക്കാൻ അല്ലാഹു നിശ്ചയിച്ചവർ എന്ന് ഖുർആൻ പലതവണ യുസക്കീഹിം എന്ന് പരിചയപ്പെടുത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മുടെ ഏത് പ്രതിസന്ധിക്കും പരിഹാരം ഉണ്ടാക്കി തരാൻ നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ റസൂലുള്ളാഹി തങ്ങൾ ഉണ്ടാകും. നല്ല ബന്ധമുള്ള ഒരാളാണെങ്കിലോ സ്വലാത്തുകൾ ചൊല്ലുന്ന ഒരാളാണെങ്കിലോ അയാളിൽ നിന്ന് ആ ശബ്ദം കേൾക്കാതിരിക്കുന്നിടത്ത് നമ്മെ തേടി വരും. പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഒരാളെ കാണാതായാല് എന്തേ ഇയാൾക്ക് സംഭവിച്ചു എന്ന് നിസ്കാരശേഷം ചോദിച്ചിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ബന്ധമുള്ള ഒരാള് അയാളുടെ സ്വലാത്തൊന്ന് മുറിഞ്ഞു പോകുമ്പോ മധുഹ് മുറിഞ്ഞു പോകുമ്പോ അയാളെ തേടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാതിരിക്കില്ല. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹിയുമായി കണക്ഷൻ ഉണ്ടോ പരാജയപ്പെടില്ല. അല്ലാഹു നമുക്കൊക്കെ നല്ല ബന്ധം അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. അല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വലിയ മഹബ്ബത്തുള്ളവരിൽ അവർക്ക് വലിയ മഹബ്ബത്തുള്ളവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ.